സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സൂപ്പർ ജ്യൂസ് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കി കുടിക്കുമ്പോൾ ചക്കക്കുരു ജ്യൂസാണെന്ന് ആരും പറയില്ല. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് പൊളിച്ച് വൃത്തിയാക്കിയെടുക്കാം. വെള്ളത്തോല് പൊളിച്ച ശേഷം ചെറുതായി മുറിച്ച് കഴുകിയെടുക്കാം. ഉണങ്ങിയ ചക്കക്കുരു ആണെങ്കിൽ ജ്യൂസിന് സ്വാദ് കൂടും. ഇനി ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു കഴിക്കാത്ത കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർ നല്ലതുപോലെ കുടിക്കും. ഇത് നല്ലതുപോലെ വേവിച്ചെടുത്ത ചക്കക്കുരുവാണ്. ഈ ജ്യൂസ് വീട്ടിൽ വരുന്ന ഗസ്റ്റിനും ഉണ്ടാക്കി കൊടുക്കാം. അത്രയും സൂപ്പറാണ്. പിന്നെ ചക്കക്കുരു നമ്മുടെ നാട്ടിൽ ധാരാളമായി ഉണ്ട്. അതിന് ഗുണവും വളരെയധികം കൂടുതലാണ്. ഇത് ആരും മനസ്സിലാക്കാതെ എല്ലാവരും വലിച്ചെറിയുകയാണ് പതിവ്. അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ആർക്കും കുരു കളയാൻ മനസ്സ് വരില്ല. ചക്കക്കുരു ഉണക്കി വെച്ചാലും കേടുവരില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി. പോഷകസമൃദ്ധമായ ഈ ചക്കക്കുരു നമുക്കിനി കളയാതെ നോക്കാം. ഇത് ഉണ്ടാക്കാൻ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാകും. ഒരു ടീസ്പൂൺ എസൻസും 1/4 കപ്പ് പഞ്ചസാരയും വേണം. 1 ഗ്ലാസ് പാലും 2 ടീസ്പൂൺ കൊക്കോ പൗഡറുമാണ് വേണ്ടത്.
ചക്കക്കുരു നല്ലതുപോലെ വെന്തിരിക്കണം. ഷോപ്പിൽ നിന്ന് ഓരോ ജ്യൂസും വാങ്ങിക്കൊടുക്കാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഓരോരോ ജ്യൂസും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. അവരും കുടിച്ചാൽ പറയും ഇനിയും ഉണ്ടാക്കി തരണമെന്ന്. അത്രയും സ്വാദാണ്. ഞാൻ 10 ചക്കക്കുരുവാണ് വേവിച്ചെടുത്തത്. പഞ്ചസാര വേണ്ടാത്തവരാണെങ്കിൽ തേൻ ഒഴിച്ചാലും മതി. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. കേരളത്തിലായതുകൊണ്ട് ചക്കക്കുരുവിന് ഒരു ക്ഷാമവുമില്ല. അടിച്ചെടുക്കാനാണെങ്കിൽ എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് തിരിച്ചെടുക്കുക മാത്രമേ വേണ്ടൂ. അരിക്കുകയൊന്നും വേണ്ട. ഇനി നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചക്കക്കുരു വലിച്ചെറിയാതെ എല്ലാവരും ഇതുപോലെ പല രീതിയിലും ഓരോന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കും. ഇതിൻ്റെ ഗുണങ്ങൾ ഏറെയാണ്. വേനൽക്കാലത്ത് തണുപ്പിച്ചാണ് ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നതെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അത് വെറുതെ ഒന്ന് കടിക്കാൻ വേണ്ടി ഇടുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.